ഒരു കൊലപാതകം അത് മറച്ചുവെക്കാൻ ഒരു സാധാരണക്കാരൻ നടത്തുന്ന അസാധാരണമായിട്ടുള്ള നീക്കങ്ങൾ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിൽ ഒന്നായിട്ടുള്ള ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം ദൃശ്യം 3 തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ഞാനും ആ സിനിമ പോയി കണ്ടു. 2013 തുടങ്ങിയിട്ടുള്ള ഈ മൈൻഡ് ഗെയിം ദൃശ്യം 2 എത്തിയപ്പോൾ നമ്മളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞതാണ്. എന്നാൽ അവിടെയും കഥ അവസാനിച്ചിരുന്നില്ല. ജോർജ് കുട്ടിയുടെയും പോലീസിന്റെയും ആത്യന്തികമായിട്ടുള്ള പോരാട്ടമാണ് ദൃശ്യം 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ ജിത്തു ജോസഫ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വലിയ രഹസ്യം എന്താണ്? ദൃശ്യം 3 എന്ന സിനിമയ്ക്ക് ഇതിലും വലിയൊരു എൻഡിങ് കൊടുക്കാൻ കഴിയുമോ? വെൽക്കം ടു സേഫ് ബൈറ്റ് ബൈ ഉദയ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദൃശ്യം 3യുടെ റിവ്യൂ ആണ്. ദൃശ്യം 2ന്റെ ക്ലൈമാക്സിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് വിദഗ്ധമായി ഊരിപ്പോയ ജോർജ് കുട്ടിയെ നമുക്കറിയാം. പക്ഷേ IG തോമസ് ബാസ്റ്റൻ എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, ഈ കേസ് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളത്. ദൃശ്യം 3 എന്ന സിനിമ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. വർഷങ്ങൾ വീണ്ടും കടന്നു പോകുന്നു. ജോർജ് കുട്ടിയുടെ കുടുംബം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പഴയ ഭയം അവരെ വിട്ടുപോയിട്ടില്ല. മറുവശത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ അഭിമാന പ്രശ്നമായിട്ട് ഈ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത്തവണ പഴയ പോലീസുകാരല്ല, പുതിയ ടെക്നോളജിയും അതിബുദ്ധിമാന്മാരായിട്ടുള്ള ചില പുതിയ ഉദ്യോഗസ്ഥരുമാണ് ജോർജ് കുട്ടിയെ നേരിടാൻ വേണ്ടി വരുന്നത്. തന്റെ കുടുംബത്തെ എന്നേക്കുമായി ഈ ഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ ജോർജ് കുട്ടി നടത്തുന്ന ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാൻ ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. ആരാണ് ഇവിടെ ജയിക്കാൻ പോകുന്നത്? ബുദ്ധിമാനായ ജോർജ് കുട്ടിയാണോ അതോ സിസ്റ്റമാണോ? ഇതാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ചോദ്യം. നമുക്ക് ജിത്തു ജോസഫ് എന്ന ഡയറക്ടറിൽ നിന്ന് തന്നെ തുടങ്ങാം. ദൃശ്യം സിനിമകളുടെ ഒരു പാറ്റേൺ നമുക്കറിയാലോ. ആദ്യത്തെ 1 മണിക്കൂർ കുടുംബം, നാട്ടിൻപുറം, ചെറിയ തമാശകൾ എന്നിങ്ങനെ വളരെ കൂൾ ആയിട്ടാവും കഥ പോവുക. ദൃശ്യം 3യിലും ജിത്തു ജോസഫ് ആ ഒരു ശൈലി തന്നെയാണ് പിന്തുടർന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യ പകുതിയിൽ ചെറിയൊരു ലാഗ് ഒക്കെ ഫീൽ ചെയ്തേക്കാം. പക്ഷെ ജിത്തു ജോസഫ് വെറുതെ ഒരു സീൻ പോലും സിനിമയിൽ വെക്കില്ല എന്ന് നമുക്കറിയാലോ. ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന ചെറിയ ഓരോ കാര്യങ്ങളും സെക്കൻഡ് ഹാഫിലേക്കുള്ള സൂചനകളാണ്. ഇന്റർവെൽ പഞ്ച് തൊട്ട് സിനിമയുടെ ഗിയർ മാറുകയാണ്. പിന്നെ അങ്ങോട്ട് പ്രേക്ഷകനെ സീറ്റിൽ പിടിച്ചിരുത്തുന്ന, ഓരോ നിമിഷവും എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു തിരക്കഥയാണ് നമ്മൾ കാണുക. സ്ക്രീനിൽ ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഇനി നമുക്ക് ലാലേട്ടന്റെ പ്രകടനത്തിലേക്ക് വരാം. ജോർജ് കുട്ടി എന്ന കഥാപാത്രം മോഹൻലാൽ എന്ന നടന്റെ കൈകളിൽ എത്രത്തോളം ഭദ്രമാണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോർജ് കുട്ടിയുടെ മുഖത്തെ ആ ഒരു നിസ്സംഗതയുണ്ടല്ലോ. പോലീസിന് മുന്നിൽ കൂളായി നിൽക്കുമ്പോഴും കുടുംബത്തെ ഓർത്ത് ഭയപ്പെടുന്ന ഒരു അച്ഛനുണ്ട്. ആ മൈക്രോ എക്സ്പ്രഷൻ എല്ലാം തന്നെ ലാലേട്ടൻ നല്ല അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. മീന, അൻസിബ, എസ്തർ എന്നിവർ തങ്ങളുടെ റോളുകൾ വളരെ മികച്ചതാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അൻസിബയുടെ കഥാപാത്രം കടന്നു പോകുന്ന ട്രോമ വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് പോലീസുകാരുടെ പ്രകടനമാണ്. മുരളി ഗോപി, ആശ ശരത്ത്, കൂടാതെ ഈ ഭാഗത്തിൽ പുതുതായിട്ട് വന്നിട്ടുള്ള വില്ലൻ പരിവേഷമുള്ള പോലീസ് കഥാപാത്രം, ഇവരെല്ലാം സിനിമയുടെ ആവേശം നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു ത്രില്ലർ സിനിമയെ സംബന്ധിച്ച് അതിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. അനിൽ ജോൺസൺ ആ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പഴയ ദൃശ്യം തീം മ്യൂസിക് തിയേറ്ററിൽ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു രോമാഞ്ചമുണ്ട്. അത് വാക്കുകളിൽ പറയാൻ കഴിയില്ല. കൂടാതെ ക്യാമറ വർക്കും രാത്രിയിലെ രംഗങ്ങളും ഇൻവെസ്റ്റിഗേഷൻ സീനുകളും വളരെ നല്ലൊരു മൂഡിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എഡിറ്റിംഗ് വളരെ ഷാർപ്പാണ്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമയിൽ കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു സ്ലോ സ്പേസ് ആണ്. അത് ചിലർക്കെങ്കിലും ബോറടിച്ചേക്കാം. അതുപോലെ ചില ഡയലോഗുകൾ കുറച്ചുകൂടി സ്വാഭാവികമാക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ ഇതൊന്നും ഈ സിനിമയെ ബാധിക്കുന്ന ഒരു കേസേ അല്ല. കാരണം ഈ സിനിമയുടെ ക്ലൈമാക്സ് ദൃശ്യം 1ലും 2ലും നമ്മൾ കണ്ടിട്ടുള്ള ക്ലൈമാക്സിനെ കടത്തി വിട്ടുന്ന ഒന്നാണോ ദൃശ്യം 3യിലെ എന്ന് ചോദിച്ചാൽ അതെ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവസാനത്തെ 30 മിനിറ്റ് ഒക്കെ ശരിക്കും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് ഈ സിനിമ കാണാൻ സാധിക്കുക. ജോർജ് കുട്ടിയുടെ അവസാനത്തെ ആ പ്ലാന് അത് നമ്മൾ ശരിക്കും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. സിനിമ കഴിഞ്ഞാലും ആ ക്ലൈമാക്സ് നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ അങ്ങനെ കിടക്കും. ഒരുപാട് പ്രതീക്ഷകളോടെ നിങ്ങൾ ഈ സിനിമ കാണാൻ പോയാലും നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. നിങ്ങൾ ദൃശ്യം 3 കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. കഥയെക്കുറിച്ചുള്ള സ്പോയിലറുകൾ ഒഴിവാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയുള്ള കമന്റുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.